സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? വെൽക്കം ടു അസ്വി വ്ലോഗ്സ്. ഞാൻ ഉണ്ടല്ലോ ഇന്നലെ നമ്മുടെ സ്റ്റുഡിയോ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി, ഹാളൊക്കെ നല്ല ക്ലീൻ ആക്കി, മേക്കപ്പ് സാധനങ്ങളൊക്കെ ഒരുവിധം ഒതുക്കി വെച്ചു കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഏട്ടൻ്റെ അനിയൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഫ്ലാറ്റിൽ താമസിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ നമുക്കിവിടെ വീട്ടിൽ ക്വാർട്ടറിൽ സ്ഥലമില്ലല്ലോ. അപ്പോൾ ഒരു റൂം ഓൾറെഡി തന്നെ നമ്മൾ നല്ല വൃത്തിയാക്കി അവിടെ എൻ്റെ സാധനങ്ങളൊന്നും വയ്ക്കാണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബെഡും കട്ടിലും ടേബിളും ഒക്കെ ആയിട്ട് അവിടെ തന്നെ ബാത്റൂം അറ്റാച്ച്ഡും ആണ്. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഇല്ലേ, അത് ഓൾറെഡി സെറ്റ് ആക്കിയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഹാളും മറ്റു 2 റൂമും ആയിരുന്നു ആകെ മൊത്തം എൻ്റെ സാധനങ്ങളായിട്ട് നിറഞ്ഞു കിടക്കായിരുന്നു. ഹാളാണെങ്കിൽ ഞാൻ ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ താഴെ തന്നെയാണ് വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ നല്ലോണം സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചു. ഒരു ദിവസം ഫുള്ള് പണിയുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഒരു 7:30 കൂടി സ്കൂളിൽ പോയതാണ് ഞാൻ. എന്നിട്ട് 7:30 മുതൽ വൈകിട്ടൊരു 6 മണി വരെ ഞാൻ ഇരുന്ന് ഫുള്ളായിട്ട് അത് ക്ലീൻ ചെയ്ത് സെറ്റാക്കി. ഇനി നമുക്ക് തുണി മടക്കി വെക്കണ ആ റൂമുണ്ടല്ലോ, അത് കുറേ മടക്കി വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ കുഴപ്പമില്ല, ഞാൻ അടച്ചിട്ടിട്ടുണ്ട്. എന്നാലും പുറമേ നോക്കുമ്പോൾ കുഴപ്പമില്ലാണ്ട് വൃത്തിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ നാളെ വരും കേട്ടോ അവൻ. അതുകഴിഞ്ഞ് നമുക്ക് ചിലപ്പോൾ നമ്മൾ മറ്റന്നാൾ ഓക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവും. അങ്ങനത്തെ ചില വിശേഷങ്ങൾ. എന്തായാലും സ്റ്റുഡിയോ ഇത്രയെങ്കിലും ആയതിൽ എനിക്ക് സന്തോഷമുണ്ട്. എങ്ങനെ കിടന്നിരുന്നു, അയ്യോ സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിട്ടിട്ട്. പക്ഷെ എന്നാലും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഏട്ടൻ വന്നിട്ട് എന്നോട് ചോദിക്കാൻ, നീ എങ്ങനെ മാനേജ് ചെയ്യണേ? അങ്ങനെ വെച്ചാൽ സാധാരണ ഒരാൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനത്തെ ഒരു മെസ്ഡ് അപ്പ് സിറ്റുവേഷനിൽ സാധനങ്ങൾ നോക്കിയാൽ കാണും കൂടി. എനിക്ക് നോക്കിയാൽ ചിലപ്പോൾ കാണുന്നില്ല, പക്ഷെ എങ്ങനെയെങ്കിലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. എനിക്ക് തോന്നുന്നു ശീലമായതുകൊണ്ട്, ഞാനൊരു മെസ്സി ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്കതങ്ങ് ശീലമാണ്. വൃത്തിയാക്കാനുള്ള ലൈക്ക് മടിയുണ്ട്, സമയമില്ലായ്മയും കൂടി, എല്ലാം കൂടി നോക്കുമ്പോൾ ഇതാ ബെറ്റർ ആയിട്ട് തോന്നുന്നു. പക്ഷെ വൺസ് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിട്ടോ. നമുക്കിനി ലൈക്ക് ഒരുപാട് ഓർഗനൈസേഴ്സ് മേടിച്ച് അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ സ്ഥിരമായിട്ടുള്ളതല്ലല്ലോ അവിടെ. കുറേ പേരോട് ചോദിക്കാറുണ്ട്, ചേച്ചി മേടിച്ചതാണോ? മേടിച്ചതും അല്ല, ലൈക്ക് വാടകയ്ക്കുമാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ കുറച്ചധികം നാളാണോ എന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൽ മെയിനായിട്ടുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പെയിൻറ്റ് ചെയ്യാനും പറ്റില്ല, വാടകയ്ക്കുള്ളതല്ലേ. അതൊക്കെ നമുക്ക് സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ എടുക്കുമ്പോൾ കാര്യമായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. എനിക്ക് എടുക്കണമെന്നുണ്ട്, എപ്പോഴെങ്കിലും പറ്റുമായിരിക്കും. ഇപ്പം എന്തായാലും ഇങ്ങനെ പോട്ടെ. ചെറിയ രീതിയിലൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്തിട്ട് ഞാൻ ഒരു തവണയും കൂടി കാണിക്കാം. തൽക്കാലം ഇപ്പം എങ്ങനെയുണ്ടെന്ന് കാണാനാണെങ്കിൽ ഞാൻ അസ്വി മലയാളത്തിൽ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പം കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ എൻ്റെ വേറെ വിശേഷമൊന്നുമില്ല. അപ്പം നമ്മൾ നാളെയോ മറ്റന്നാളോ ജസ്റ്റ് ഒന്ന് പുറത്തു പോകും. അപ്പം നമുക്ക് അപ്പോൾ വ്ളോഗ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നാളെ കാണാം. ബൈ. നമ്മൾ ഇപ്പോൾ ഹർവാലം വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ പോണത്. ഇത് നമ്മുടെ സ്ഥലത്തു നിന്ന് 35 to 40 മിനിറ്റ്സിൻ്റെ ദൂരമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇമ്മക്കുട്ടി കാറിലിരുന്ന് ഭയങ്കര സ്റ്റോറി ബുക്ക് വായനയാണ്. പിന്നെ ഇത് നമ്മൾ പോണ വഴിക്കുള്ള ബ്രിഡ്ജാണ്. അപ്പോൾ പുതിയത് പണിയണ ബ്രിഡ്ജാണ് കേട്ടോ. അത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ അതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. നമ്മൾ ഈ വഴി പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഈ പാലത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഇങ്ങനെ കണ്ട് വരുമായിരുന്നു. പിന്നെ കുറച്ച് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പച്ചപ്പ് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഭയങ്കര ഉള്ളിലോട്ടുള്ള സ്ഥലമാണ്. എന്താ അമ്മക്കുട്ടി? പിന്നെ അമ്മയ്ക്ക് ഇവിടെ ഫോട്ടോ എടുക്കാമല്ലോ. അതെ, പക്ഷെ ഞാൻ ഇവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോ ഒന്നും എടുത്തില്ല കേട്ടോ. ഇങ്ങനെ കുറേ വെള്ളവും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള ജേണിയാണ് കേട്ടോ. കാണാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഞാനും ഏട്ടനും ഇമ്മക്കുട്ടിയും ഏട്ടൻ്റെ അനിയനും ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് പോണേ. അപ്പോൾ നമുക്ക് ഹർവാലം വാട്ടർഫോൾസിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരാം. അതാണ് കേട്ടോ പ്ലാൻ. അപ്പോൾ ദേ ഇവിടെ നമ്മൾ എത്തി. ഇപ്പോൾ ഇവിടെ ഒരു അമ്പലമുണ്ട്, മെയിനായിട്ടൊരു നല്ലൊരു അമ്പലമുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് പോയാലാണ് നമ്മൾ വാട്ടർഫോൾസിൽ എത്തുക കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിലേക്ക് പോവാനായിട്ട് കുറേ സ്റ്റെപ്പുണ്ട്, 100 സ്റ്റെപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഇറങ്ങി പോകുമ്പോൾ സൈഡിലായിട്ട് കുറച്ച് വീടുകളുണ്ട്. അത് നല്ല രസമാണ് കാണാനായിട്ട്. നമ്മുടെ വീടുകൾ ഉണ്ടാവില്ലേ നമ്മുടെ നാട്ടിലത്തൊക്കെ. ആക്ച്വലി ഇവിടെയൊക്കെ കുറേ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഇറങ്ങുമ്പോഴേ എപ്പോഴും സ്റ്റെപ്സിൽ നോക്കി ഇറങ്ങണം മഴക്കാലമാകുമ്പോൾ, അല്ലെങ്കിൽ അലച്ചങ്കട്ടി താഴെ വീഴും അല്ലേ. ഈ ഇങ്ങനത്തെ വീടുകളിലൊക്കെ ഈ കുമ്പളങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെയുള്ള ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് കേട്ടോ ഇവിടെ. പക്ഷെ എന്താണ്, ഇവിടെ നമ്മൾ ഇറങ്ങാൻ പാടില്ല. കാരണം സ്കേറി ക്രൊക്കഡൈൽ ഉണ്ട്. ക്രൊക്കഡൈൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇറങ്ങരുത് എന്നുള്ളത്. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ പിൻവശമാണ് ഇത്. അപ്പോൾ ആരെയും ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല അവിടെ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നു. അമ്പലത്തിനകത്ത് ക്യാമറ അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിൽ നിന്ന് ഇവിടെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ കണ്ടോ ഇവിടെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. വെള്ളമാണെന്ന് മാത്രമേ മനസ്സിലായുള്ളൂ.
വാട്ടർഫോൾസ് ആണെന്ന് പറയുമ്പോൾ അങ്ങനെ വാട്ടർഫോൾസ് ആയിട്ട് കാണാമല്ലോ, അത് അങ്ങോട്ട് നീങ്ങി പോയാലേ ഉണ്ടാവുള്ളൂ തോന്നുന്നു. അപ്പോൾ നമ്മുടെ ചെരുപ്പ് അവിടെയാണ് ഉള്ളത്. അപ്പോൾ ഏട്ടനും പിന്നെ ഈ ഇവിടെ ഈ സ്ഥലത്ത് നോ സ്വിമ്മിങ് ആണ്. ക്രോക്കഡൈൽസ് ഉണ്ട്. അപ്പോൾ നമുക്കുണ്ടല്ലോ ചെരുപ്പ് എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇവർ പോയിട്ടുള്ളത്. ചെരുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടൊക്കെ പോയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം എന്തൊക്കെയാണുള്ളതെന്നുള്ളത് അല്ലേ. വെള്ളത്തിനകത്ത് കിടക്കാൻ പാടില്ല ഇപ്പോഴല്ല, നമുക്ക് അങ്ങോട്ട് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വാട്ടർഫോൾസ് ഉണ്ട്. ഇത് എന്തിനും വായിക്കാത്താണോ ക്യാമറ കൊണ്ടുവരുന്നേ? ഗോ ബാക്ക്. അപ്പോൾ ഇവിടെ വാട്ടർഫോൾസ് ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വഴി പോയാലായിരിക്കും ഉണ്ടാവുക. നമ്മൾ കുടയും ബാഗും പിന്നെ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്, ചെറിയ സ്നാക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ചെരുപ്പ് എടുത്തിട്ട് വരട്ടെ, അതിനുള്ളിൽ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം. ഓക്കെ, നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്ക് തന്നെ 100 സ്റ്റെപ്പ് ഇറങ്ങി വരികയല്ലേ ചെയ്തത്. അപ്പം തന്നെ നമ്മൾ നല്ല ടയേർഡായിട്ടോ. അതിന് ശേഷമാണ് ഈ സൈഡിൽ കൂടെ നമുക്ക് കുറച്ചധികം ഇങ്ങനെ നടന്ന് പോകണം, എന്നാലാണ് നമുക്ക് വാട്ടർഫോൾസ് കാണാൻ പറ്റുക. നല്ല നട്ടപ്പുറ വെയിലെന്ന് പറഞ്ഞാൽ പോലെ കേട്ടോ, നല്ല നട്ടപ്പുറ വെയിലാണ്, ഒരു രക്ഷയില്ല, ഭയങ്കര വെയിൽ. പിന്നെ നമ്മളിങ്ങനെ സൈഡിൽ കൂടെ ഓരോന്നൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു അല്ലേ. ആക്ച്വലി അവിടെ ഒരു കിങ് ഫിഷർ കണ്ടു ഞാൻ. അതെ അതെ അതെ, കുറേ നല്ല രസമായിട്ടുള്ള ബേർഡ്സും ഒക്കെ ഉണ്ട്, കുറേ പശുവും കാളയും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ കാട് പോലത്തെ സ്ഥലത്ത് എങ്ങനെയാണ് അതൊക്കെ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മൾ മറ്റ് വന്യമൃഗങ്ങളെയൊക്കെ പിന്നെയും പ്രതീക്ഷിക്കാം, കൂടുതലും പശുവും കാളയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴി ഉണ്ടായിരുന്നു വാട്ടർഫോൾസിൻ്റെ അവിടേക്ക് പോകാനായിട്ട്. പക്ഷേ അത് ഓർത്തില്ല, അത് കണ്ടുമില്ല. ഞങ്ങൾ ഈ സ്റ്റെപ്പ് ഫുള്ളായിട്ട് എഗെയിൻ കയറി വന്നിട്ട് ആണ് നമ്മൾ വാട്ടർഫോൾസിൻ്റെ അവിടേക്ക് പോകണം. ഇനി വാട്ടർഫോൾസിൻ്റെ അവിടേക്ക് എഗെയിൻ കുത്തനെ നല്ലൊരു ഇറക്കമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും ക്രൊക്കഡൈലുണ്ട്, അതുകൊണ്ട് നോ സ്വിമ്മിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നമുക്കിവിടെ ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ഇവിടെ കുറച്ച് മാഗി പോയിൻറ്റ്സും ഒക്കെ ആയിട്ട് അങ്ങനെ 1-2 കടകളുണ്ട് കേട്ടോ. പിന്നെ ലൈം ജ്യൂസ് ഇതൊക്കെ ആയിട്ട് കുറേ സംഗതികളുണ്ട്. പക്ഷെ ഞങ്ങളൊന്നും ഇവിടെ നിന്ന് മേടിച്ചില്ല. പ്രത്യേകിച്ച് നമുക്ക് അറിയില്ലല്ലോ വെള്ളമൊക്കെ എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് മേടിച്ചില്ല. നമ്മുടെ തൊണ്ട സെൻസിറ്റീവ് ആയതിൻ്റെ പ്രശ്നമാണ് കേട്ടോ, അതല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ ബ്രിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. കള്ളത്തി എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അവിടെ എത്തി ബാഗ് നോക്കിയപ്പോൾ ഉണ്ട് കുറേ കഴിക്കാനുള്ള സാധനങ്ങൾ. ഇപ്പം നമ്മൾ ദൂരേന്നാണ് ഇങ്ങനെ നിന്ന് വാട്ടർഫോൾസ് ഇങ്ങനെ കാണാൻ. നമുക്ക് അവിടെ നിന്ന് ഒരു നല്ലൊരു ചിൽ കാറ്റുണ്ട് അവിടെ, അത് ആസ്വദിക്കുക, തിരിച്ചു വരിക, അത്രേ ഉള്ളൂ. നമുക്ക് കുറേ ദൂരെ പോയാൽ ചിലപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇപ്പം എന്തായാലും നമുക്ക് അതൊന്നും പറ്റിയില്ല കേട്ടോ. നമ്മളിപ്പോൾ ഇതാ തിരിച്ചു പോവുകയാണ്. തിരിച്ച് ഇത്രയും ദൂരം നടന്ന് നമുക്ക് ആ ചുട്ടുപൊള്ളിയിരിക്കുന്ന കാറിൽ കയറി ഭക്ഷണം കഴിക്കാൻ പോകണം. ഇറങ്ങി തിരിഞ്ഞ് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയാണ് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാൻ കുറേ സമയം എടുത്തു. നമ്മൾ കറങ്ങി തിരിഞ്ഞൊക്കെയാണ് ഇവിടെ എത്തിയത്. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം, നിറയെ ചെടികളും. ഇതെന്താ അത്? മൃഗങ്ങളും ഉണ്ടോ? ഹാംസ്റ്റർ ആണോ ഇത്? അച്ഛനാ ഹാംസ്റ്ററിനോട് ഹായ് പറയാൻ പറയൂ. ഹായ് ഹാംസ്റ്റർ. നമ്മളിങ്ങനെ വാട്ടർഫോൾസിൻ്റെ പരിസരത്തുള്ള റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് അങ്ങനെ നോക്കിയപ്പോൾ കണ്ടതാണ്. ഇത് ആക്ച്വലി ഇവിടേക്ക് വരാൻ കുറച്ച് പാടായിരുന്നു. ഒരു കുന്ന് പോലത്തെ ഒരു സ്ഥലമാണ്, കാർ കയറ്റി കൊണ്ടുവരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ വന്നിട്ട് നല്ല വോർത്താണ് കേട്ടോ. ഇവിടുത്തെ വ്യൂ ഭയങ്കര കിഡിലനാണ്, വ്യൂ കാണാനായിട്ട് നല്ല സൂപ്പർബാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫുഡ് ഹാംസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഇമ്മക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ സ്ഥിരം മെനു തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇമ്മക്കുട്ടിക്ക് ഫ്രഞ്ച് ഫ്രൈസും ചീസ് ഓംലെറ്റും ആണ് പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും ലൈം ജ്യൂസും. പിന്നെ എനിക്ക് ഫ്രൈഡ് റൈസ്, പിന്നെ ഏട്ടനും വിനീതിനും നമ്മളെന്താടാ പറഞ്ഞത്? താലി. ശരിയാ താലി പറഞ്ഞു, ഗോവൻ താലി. ഞങ്ങളിങ്ങനെ ഇരുന്ന് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുകയാണ്. ഫുഡ് നല്ലതായിരുന്നു കേട്ടോ, അല്ലേ കുട്ടി? Yes, and actually this is my accent. ആക്സെന്റിലൊന്നും പറയണ്ട, സാധാരണ പോലെ പറഞ്ഞാൽ മതി.
Actually, this is really well. വെല്ലോ ഇമ്മക്കുട്ടി ഇപ്പോൾ കാർട്ടൂൺ കണ്ട് 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 This is so good. ആക്സെൻറ്റിലാണ് ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. എനിക്കെന്നെ I wish മനസ്സിലാവുന്നില്ല. I could eat this forever. അപ്പോൾ നമ്മൾ കഴിച്ച് തിരിച്ചു പോവാണ്. നല്ല ചൂടാ. ഹലോ, ഭയങ്കര ടയറിങ് ആയിട്ടുള്ള യാത്രയായിരുന്നു കേട്ടോ. എന്ത് തീരുമ്പോൾ കുറേ നാൾ കൂടിയിട്ടല്ലേ നമ്മൾ പുറത്തു പോണ്. അപ്പോൾ വെയിലൊന്നും നമുക്ക് സഹിക്കണേയില്ല. എനിക്കും അതെ, ഇമ്മക്കുട്ടിക്കും അതെ, നമുക്ക് എല്ലാവർക്കും അതെ കേട്ടോ. എന്തൊരു തീക്ഷ്ണമായിട്ടുള്ള വെയിലായിരുന്നു എന്നറിയോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ ഇമ്മു? എന്താ? ഒന്നുമില്ല. അന്ന് നമ്മൾ പുറത്ത് പോയിട്ട് വെയിലെങ്ങനെ ഉണ്ടായിരുന്നു ചച്ചൻ്റെ ഒപ്പം? സീരിയസ്ലി അപ്പോൾ ഭയങ്കര വെയിലും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് പോണ്ടാന്നായി. അത്രയ്ക്കൊന്നും നമുക്ക് വെയിൽ സഹിക്കാൻ വയ്യ. പിന്നെ അവിടെ എത്തിയിട്ട് നമുക്ക് വെള്ളത്തിലും ഇറങ്ങാൻ പറ്റിയില്ലല്ലോ. വെള്ളച്ചാട്ടത്തിന് അവിടെ പോയിട്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങുമ്പോഴല്ലേ രസമുള്ളൂ. നമ്മൾ ഇതിനു മുന്നേ താമ്പടി സുർലയിൽ പോയിട്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റി. കുറേ നേരം വെള്ളത്തിലിരുന്ന് കളിച്ചു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനത്തെ കുറേ വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ ഗോവയിൽ. നമ്മളിങ്ങനെ വിചാരിക്കുന്ന പോലെ ഇങ്ങനെ ഫുൾ ഓൺ ബീച്ചസും പാർട്ടി നൈറ്റ് ലൈഫ് അതല്ലാണ്ട് ഗോവ എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറേ വാട്ടർഫോൾസും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഉള്ള ഈ അതിരപ്പള്ളി അവിടുത്തെ വാട്ടർഫോൾസില്ലേ അതേപോലത്തെ ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട്. അമ്പലങ്ങളുണ്ട്, നല്ല നല്ല വലിയ വലിയ അമ്പലങ്ങളും ഉണ്ട് കേട്ടോ. ഈ വാട്ടർഫോൾസിനോട് ലൈക്ക് ചേർന്നിട്ടുള്ള അമ്പലങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. ഹിഡൻ പ്ലേസസ് ഓഫ് ഗോവ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ റീൽസിൽ കാണാറുണ്ട്. നമ്മളെവിടെ ഇങ്ങനെ പോയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മെയിനായിട്ടുള്ള ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ബീച്ചസും കാര്യങ്ങളൊക്കെ പോയി. ഇപ്പോൾ ഒരുവിധം അങ്ങനത്തെ മെയിനായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒരു 3-4 തവണ വെച്ചിട്ടെങ്കിലും പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കുട്ടി 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 വാട്ടർഫോൾസ് അങ്ങനെയൊക്കെ പോവുമായിരുന്നു. പിന്നെ അങ്ങനെ പോകണമെന്നുണ്ട്. ഒരു ഡിസംബറൊക്കെ കഴിയുമ്പോൾ നമ്മുടെ തിരക്കൊക്കെ കുറയുമ്പോൾ അങ്ങനെ നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഇനി എന്താ, അപ്പോൾ നമുക്ക് ബീഫ് ബിരിയാണി വെക്കാം കേട്ടോ. വിചാരിച്ചാൽ എന്തായാലും വ്ളോഗ് ചെയ്യണം. ബീഫ് ബിരിയാണി നല്ല അടിപൊളിയല്ലേ, എനിക്കിഷ്ടമാണ്. ബീഫ് ആസ് എ മീറ്റ് തന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ്. കാരണം എല്ലൊന്നും ഇല്ലല്ലോ, നല്ല സുഖമല്ലേ കഴിക്കാനായിട്ട്. ചിക്കൻ പോലെ നമ്മൾ അധ്വാനിക്കണ്ട. എൻ്റെ അനിയനൊക്കെ ചിക്കനാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. ബീഫ് കഴിക്കും, പക്ഷെ നല്ലത്ര ഇഷ്ടമില്ല. ഇതാണ് ഇഷ്ടം, ചിക്കൻ്റെ വിഭവങ്ങളാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ എനിക്ക് ബീഫ് ഇഷ്ടമാണ്. എളുപ്പത്തിൽ കഴിക്കാമെന്നുള്ള രീതിയിൽ ഇപ്പോൾ നമുക്ക് ബീഫ് ബിരിയാണി ആകുമ്പോൾ ഒന്നും കൂടി എളുപ്പത്തിൽ കഴിക്കാമല്ലേ. നമുക്ക് അമ്മയാണ് കേട്ടോ ബീഫ് ബിരിയാണി വെക്കണേ. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അരി നന്നായിട്ട് കഴുകി കുതിർത്ത് അരിപ്പയിൽ നമ്മളത് ഫുള്ള് വാർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ജീരകശാല അരിയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. വെള്ളത്തിലേക്ക് നമുക്ക് ഈ രമ്പയിലയില്ലേ, അത് നമ്മുടെ നാട്ടിലൊക്കെ ഈസിലി കിട്ടും കേട്ടോ. ഇവിടെയുണ്ട്. ഇവിടെ നമ്മുടെ ക്യാമ്പസിനകത്ത് ഒരു വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്. ആക്ച്വലി നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പിടിച്ച് വന്നതാണ്. പക്ഷെ പിന്നീട് അത് ഞാൻ നാട്ടിലേക്ക് പോയപ്പോൾ അതങ്ങോട്ട് കരിഞ്ഞു പോയി. അപ്പോൾ ഇതിലേക്ക് പിന്നെ നമ്മൾ കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത്ര ഇട്ടിട്ടുണ്ട്. ഇതൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇല ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം നമുക്കിത് അങ്ങനെ എടുത്ത് കളയാം. പിന്നെ ഈ പട്ടയും ഗ്രാമ്പൊക്കെ നമുക്ക് എടുത്ത് കളഞ്ഞിട്ട് സെർവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. കാരണം കുറേ പേർക്ക് അത് കടിക്കണത് ഇഷ്ടമല്ലല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ അതൊക്കെ കളയാവുന്നത്. അതെ, ഇമ്മക്കുട്ടിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതിൽ എന്താ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കും കേട്ടോ. ഈ നല്ല തിളച്ച വെള്ളത്തിലേക്ക് വേണം കേട്ടോ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എഗെയിൻ അടച്ചു വെക്കുക. ഹാർഡ്ലി ലൈക്ക് 3 മിനിറ്റ്സ് മതി. 3 to 4 മിനിറ്റ്സ് ആകുമ്പോഴേക്കും ഇതൊരു 3/4 ഭാഗത്തോളം വേവ്, 3/4 അല്ല അതിൽ കൂടുതൽ, ഒരു 90% വെന്ത് കിട്ടണം നമുക്ക്. പിന്നെ ഒരു ബാക്കിയുള്ളൊരു 10% നമുക്ക് ദം ആക്കി എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കത് ബിരിയാണിയാക്കി സെറ്റാക്കി എടുക്കുമ്പോൾ ആയിക്കോളും. പിന്നെ കുറച്ച് നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിനെ വാർത്ത് എടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് നമുക്കൊരു പാകത്തിന് കിട്ടും അരി. അത് ഒരു അരിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ വേറൊരു പാത്രത്തിൽ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് സവോള ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ചിജികാന്നരിഞ്ഞ് വെക്കാം. നെയ്യുടെ ഒപ്പം തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നെയ്യും ഓയിലും കൂടിയാണ് എടുത്തിട്ടുള്ളത്. കാരണം നെയ്യ് മാത്രമാകുമ്പോൾ ഭയങ്കര നെയ്യുടെ ഒരു കുത്ത് ഉണ്ടാവില്ലേ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നെയ്യുടെ ഫ്ലേവറും ഉണ്ടാവും, എന്നാൽ നമുക്ക് അധികം കുത്തലും ഉണ്ടാവില്ല അങ്ങനെ. അപ്പോൾ നമ്മൾ നീളനെ അരിഞ്ഞിട്ടുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് നല്ല ബ്രൗൺ ആക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു മിക്സി ജാറിൽ നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 കൂടി ക്രഷ് ചെയ്തെടുക്കാം. അതിൻ്റെ ഇടയിൽ ഇതൊന്ന് ഇളക്കാം കേട്ടോ. എനിക്കിതൊന്നും ഇഷ്ടമല്ല. പിന്നെ കുട്ടിക്ക് എന്താ ഇഷ്ടം?
I like these normal things like ഇതൊക്കെ നോർമൽ. ഇതാണോ ചീസ് നാനാണോ നോർമൽ തിങ്? not like that. Like rice. I like kind of like that that rice. ഗീ റൈസ്. ഓക്കെ ഓക്കെ. അപ്പം എന്തായാലും അരി ആയിട്ടുണ്ട്, ചോറായിട്ടുണ്ട്, അരി ആയിട്ടുണ്ട്. അത് നമുക്ക് വാർത്തെടുക്കാം കേട്ടോ ആ ഗ്യാപ്പിൽ. പിന്നെ നമുക്ക് സവോള നമുക്ക് ബ്രൗൺ കളറിലായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂട്ടി വെച്ചിരുന്നു കേട്ടോ, നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കൂട്ടി വെക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. നന്നായിട്ട് ഇതിങ്ങനെ എണ്ണ ഊറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് എണ്ണയും നെയ്യും കൂടിയിട്ടുള്ളതില്ലേ, ഇതിലേക്ക് ബാക്കി കാര്യങ്ങളിടാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബേ ലീവ്സ് ഇട്ടിട്ടുണ്ട്. എഗെയിൻ 2 ഏലക്ക, ഇങ്ങനെ പട്ട, ഗ്രാമ്പൂ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ബീഫിൻ്റെ മസാലയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അതിനാണ് നമ്മൾ ഈ പട്ട, ഗ്രാമ്പൂ ഇത്യാദി സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക്, അതേപോലെ തന്നെ ചില്ലി പേസ്റ്റില്ലേ, ഇതെല്ലാം കൂടിയിട്ട് ഇട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് മസാല ഉണ്ടാക്കാനുള്ള സവോളയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബ്രൗൺ കളറിലാവുമൊന്നും വേണ്ട, നന്നായിട്ട് വാടി നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ വേണ്ട. അപ്പോൾ അതിനായിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറവ് അളവിലാണ് ഉണ്ടാക്കുന്നത്, അധികമൊന്നുമില്ല. 2 നേരത്തേക്ക് അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ഉണ്ടാക്കണം. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ദം ചെയ്ത് അങ്ങനെ എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് സവോള വഴറ്റി വന്ന് കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലേ നമുക്കുട്ടി? ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അതെ. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് വേവണം, ഒന്നിങ്ങനെ നല്ല മുഷി ആവണം. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് ഇതെന്താ ഇട്ടിട്ടില്ല? എന്തെല? മല്ലിയിലയും പുതിനയിലയും കൂടി ഇടാം കേട്ടോ. പുതിനയില നമ്മുടെ വീട്ടിലുണ്ടായ പുതിനയിലയാണ്. എന്നിട്ട് നമുക്ക് മസാലപ്പൊടികൾ ഇടാം. ഇത് ബിരിയാണി മസാല വേണമെങ്കിൽ അതിടാം, മുളക് പൊടി ഇടാം, ഗരം മസാല ഇടാം. അങ്ങനെ നമ്മൾ ഗരം മസാലയും മുളക് പൊടിയാണ് കേട്ടോ മെയിനായിട്ട് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ എടുത്തിട്ടുള്ളത്? തൈരുക്കുട്ടൻ. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. 2 വലിയ സ്പൂൺ തൈരാണ്, നല്ല പുളിയുള്ള തൈര്. എന്നിട്ട് ബീഫ് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചതാണ്, നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഉപ്പുമുളക് അതൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വേവിച്ച് വെച്ചതാണ്. ബീഫ് കുട്ടൻ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചൊന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം, ലെയറായിട്ടിടാം. ഇതിപ്പോൾ നമ്മൾ ബീഫ് വേറെ ലെയറാക്കുന്നില്ല, ഈ താഴത്തെ ഒറ്റൊരു ലെയറേ ഉള്ളൂ ബീഫിന്. അതിൻ്റെ മീതേക്ക് നമ്മൾ റൈസ് ഒരു ലെയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മല്ലിയില, പുതിനയില, അത് പിന്നെ സവോള നമ്മൾ നല്ല ബ്രൗൺ കളർ ആക്കിയിട്ടുള്ളത്, നമുക്ക് കാഷ്നട്ട്, അതേപോലെ മുന്തിരി, അത് വേണമെങ്കിൽ എനിക്ക് മുന്തിരി ഇഷ്ടമല്ല, അപ്പോൾ അതൊക്കെ ഇടണമെങ്കിൽ അതിടാം. അതിൻ്റെ മീതെ ഒരു ലെയർ റൈസ്. Me too, I don't like മുന്തിരി. അതെ. എന്നിട്ട് അതിൻ്റെ മീതേക്ക് സവോളയും പിന്നെ മല്ലിയില, പുതിനയില ഇട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ, കുറച്ചല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. ഇത് നല്ല അടിപൊളിയാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് ഇത് അധികം മസാലയും ഉണ്ടാവില്ല, നമുക്ക് ഈസിലി നമുക്കിത് കഴിക്കാൻ പറ്റും. ഭയങ്കര ഹെവി ആവില്ല കേട്ടോ. കഴിച്ച് കഴിഞ്ഞാലും അയ്യോ എന്തോ ഭയങ്കര സാധനം കഴിച്ചു എന്നുള്ള ഫീലിംഗ് ഉണ്ടാവില്ല. നമുക്കിത് അടച്ചു വയ്ക്കുക, അടച്ചിട്ട് സിമ്മിലാക്കിയിട്ട് ആ ഒരു ഓട്ട ഉണ്ടല്ലോ, അത് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് അടച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 15 to 20 minutes ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് അതാ തുറന്നു. പിന്നെ ഇടയിൽ നമ്മൾ മീതെ മഞ്ഞപ്പൊടി ഒന്ന് തൂവിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഈ ഒരു മഞ്ഞ കളർ റൈസിന്. അതൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. വേറെ കളറൊന്നും ചേർക്കണ്ടെങ്കിൽ നമുക്ക് മഞ്ഞപ്പൊടി ഇട്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നല്ല സാലഡും കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ബിരിയാണി റെസിപ്പിയും അതേപോലെ നമ്മുടെ കുട്ടി ട്രാവലും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെയാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സബ്സ്ക്രൈബ് ചെയ്യാ. അതുവരെ ബൈ, ടേക്ക് കെയർ. ബൈ, ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ.